എന്താണ് ആന ഇങ്ങനെ വിഷമിച്ചിരിക്കണത്? ഒന്നുമില്ലടോ, എന്റെ ഭർത്താവിന്റെ കാരണം കൊണ്ട് അങ്ങനെ ഇരിക്കണതാണ്. അതെന്താണത്? ഭർത്താവ് എന്റെ മോന്റെ നേരെ കേസ് കൊടുത്തേക്കണേന്ന്. അതെന്തിനാ? 2500 രൂപക്ക് വേണ്ടിട്ട് എന്റെ മോനെതിരെ കേസ് കൊടുത്തേക്ക. എന്നിട്ടിപ്പൊ മോൻ ഉടനെ പൈസ അടക്കണമെന്നാ പറയുന്നത്. കൊടുക്കൂലേ? മോനാണെങ്കിൽ 2-3 മാസം ജോലി ഇല്ലാണ്ടിരിക്കണത്. എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും? ഞാനൊരു പണിക്ക് പോയിട്ടാണ് എല്ലാം കഴിയണത്. അങ്ങോരൊന്നും തന്നെയില്ലേ? അങ്ങേര് കൂട്ടിച്ചു കൂത്താല് നടപ്പുണ്ട്. അയാള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയേക്കണേന്ന്. ഒരു കുഴപ്പമില്ല വീട്ടിൽ അയാൾക്ക്. അയാൾ വീട്ടിൽ നിൽക്കൂല. കള്ളു കുടിക്കാൻ പോണു. പുറത്തു പോയി കിടന്ന് കുടിയും നോക്കൂല. അതെന്തൊരു മനുഷ്യനത്? എന്നെയാണെങ്കിൽ ഭയങ്കര ഉപദ്രവമാണ്. അത് ചോദിക്കാൻ വന്ന് എന്റെ മോനെയും പിടിച്ചു തല്ലോ അയാള്. അയാൾക്ക് വീട്ടിൽ നിൽക്കാൻ കഴിയൂല. അയാൾക്ക് പുറത്തിറങ്ങി നടക്കണം, കുടിക്കണം, അവിടെ ഇവിടെ മറിക്കിടക്കും. കച്ചറായിട്ട് സൗത്തിലെങ്ങാണ്ടൊക്കെ പോയി കിടക്കണേണ് ഇയാള്, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. ഇപ്പൊ ഞങ്ങളെ നേരെ കേസാണ്, ആ കുഞ്ഞിന്റെ നേരെ. മക്കളുടെ പേരിൽ ആരെങ്കിലും കൊണ്ട് കേസ് കൊടുക്കും അപ്പന്മാര്. ഇതിപ്പോ 2500 രൂപ കേസ് കൊടുത്തേക്കണത്, ലക്ഷങ്ങളൊന്നും അല്ല. ഏതപ്പന്മാരാ ഇത് ചെയ്യണ ഇങ്ങനെ? അയാൾക്ക് വീട്ടിൽ വന്ന് കിടന്നുകൂടെ? ഞാനും കണ്ടിട്ടുണ്ട് അയാളിങ്ങനെ കള്ളും കുടിച്ച് അവിടെ ഇവിടെയൊക്കെ നടക്കണതും കിടക്കണതും ഒക്കെ. ആരാണ്ടും കയ്യും കാലും തല്ലി ഓടിച്ചിട്ട് വയറ്റിലേക്ക് കിടക്കണ ഞാനും കണ്ട്. നല്ല ഇടിയും കൊടുക്കണുണ്ട്. പിച്ചക്കാരെ ആരാണ്ടും കൂട്ടക്കാരൊക്കെ കൂടിയാണ് ഉപദ്രവിക്കണത്. വല്ല കഞ്ചാവും വെള്ളമൊക്കെ ഉള്ള ആളുകളെ കൂടിയായിരിക്കും കൂട്ടുകൂടി വെക്കണം. അതാണ് നിങ്ങളെ വേണ്ടാതെ വന്നത്, അന്വേഷിക്കാത്തത്. അതെ അതെ, തനിക്ക് പണിയില്ലേ അപ്പ? എനിക്ക് പണി ഉണ്ടായിരുന്നു. അയാൾ കള്ളും കുടിച്ച് അവിടെ വന്നു കിടന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഇപ്പൊ ആ ജോലിയും പോയി എനിക്ക്. ഇപ്പൊ എങ്ങനെ കഞ്ഞി കുടിക്കണ? കഞ്ഞി കുടിക്കണ മാത്രമാണ്, വാടക കൊടുക്കണ്ടേ വീടിന്റെ? വാടക കൊടുക്കാനും ഇല്ല, കഞ്ഞി കുടിക്കാനും ഇല്ല, കൊച്ചിനും പണിയില്ല. ഇയാൾ ഇങ്ങനെ ലോകം മുഴുവൻ കടവും മേടിച്ച് കള്ളും കുടിച്ച് നടപ്പാണ്. 10 പൈസ വീട്ടിൽ തന്നെ ഇല്ല. എന്ത് ചെയ്യും ഇനിയിപ്പോ? വീട്ടിൽ നിന്ന് ഒരു ജോലി നോക്കണം എനിക്ക്, അല്ലാണ്ട് പറ്റില്ലല്ലോ. മോന് ചിലപ്പോ ജോലി നോക്കുന്നുണ്ട്, അവന് എവിടെയെങ്കിലും കിട്ടുമായിരിക്കും. വാടകക്കാർക്ക് വാടക കൊടുത്തില്ലെങ്കിൽ അവര് ഓടിക്കെടുത്തൂല്ല. അവര് പറഞ്ഞു വീട് വേറെ നോക്കിക്കോളാനൊക്കെ അവര് പറഞ്ഞു. ഇനിയിപ്പോ അഡ്വാൻസ് അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. നിസ്സാര പൈസ അവിടെ അഡ്വാൻസ് കൊടുത്തിട്ടുള്ളൂ. ഇനി അടുത്ത വീട് എടുക്കണമെങ്കിൽ അഡ്വാൻസ് കൊടുക്കണ്ടേ? അതിനും പൈസ ഒപ്പിക്കണ്ടേ? 2 പേർക്കും പണിയില്ല, ഞങ്ങൾ എന്തെടുക്കും? അഡ്വാൻസ് കൂടുതലായിരിക്കും ചോദിക്കണം. നിങ്ങൾ ഈ നക്കാപ്പിച്ച കാശും കൊണ്ടുപോയി കിടത്തുവാ? നിങ്ങളാ കിടത്തൂല. അപ്പൊ എവിടെയെങ്കിലും വേഗം പണി അന്വേഷിച്ചിട്ട് 2 മാസത്തെ അവധിയും കൂടി അവരോട് പറ. എന്നിട്ട് അതിനകത്ത് അടയം കൊടുത്ത് അഡ്വാൻസും കാശുണ്ടാക്കും. ഒരു ദേവ അന്നുണ്ടല്ലോ കള്ളും കുടിച്ച്. എന്റെ ദൈവമേ, എന്നെ പ്രശ്നമായിരിക്കും. എവിടെ നിന്ന് വന്നതാവോ കെട്ടി എഴുന്നള്ളി? ഇപ്പൊ പൊട്ടി വീണതുപോലെ ഉണ്ടല്ലോ മോളിന്ന്. ആരാടോ തന്റെ കൈ തല്ലി ഓടിച്ചത്? ഈ ഭാര്യനെയും കുട്ടികളെയൊക്കെ നോക്കണ്ട താൻ ഈ കള്ളും കുടിച്ച് പേയും തല്ലി ഇങ്ങനെ നടന്നിട്ടെന്താ? താനവരെ കിടത്തണമില്ല, അവർക്ക് വാടക കൊടുക്കാനുള്ള കഴിവുമില്ല. താനിങ്ങനെ കള്ളും കുടിച്ച് പേയും തല്ലി അവരെ തല്ലുകയും ചെയ്യും. താനൊരു തന്തയാണാടോ? നീ ആരാ? പരാളി, തെണ്ടി, ചൂല്, ഓടി. നമ്മുടെ കുടുംബകാര്യത്തെ ഇവിടെ ഞാൻ പോണേൻ എന്റെ പൊന്നോ. കുടുംബകാര്യത്തെ അവിടെ ഓട്ടം, അവിടെ വീട്ടിലെ കാര്യം നോക്കാൻ സമയമില്ല. അവൾ എന്നെ അന്വേഷിക്കാൻ വന്നിരിക്കും. ചൂല് നിന്റെ അടുത്താ ഞാൻ പറയുന്നത്. ഭാരതീയ ന്യായ സംഹിത, സീനിയർ സിറ്റിസൺ വെൽഫെയർ ആക്ട് സെക്ഷൻ 27 പ്രകാരം ഞാൻ സമ്പാദിച്ച കോടതി ബിൽ നിന്റെ മോൻ എനിക്ക് മാസം 2500 രൂപ വെച്ച് തരാൻ വിധിയായിട്ട് 4 മാസമാണ് കഴിഞ്ഞത്. ഈ പൈസ തന്നില്ലേ അവന് കോടതി അലക്ഷ്യത്തിൽ അവനെ പിടിച്ചോണ്ടോ വക്കീൽ പറഞ്ഞിട്ടുണ്ട്. അവനുള്ള ചപ്പാത്തിയും ചിക്കൻ കറിയും അങ്ങ് സെൻട്രൽ ജയിലിൽ വെച്ചിട്ടുണ്ട്. നിനക്കും തിന്നാവിടെ. പിന്നെ കൊറേ ഒലത്തുണ്ടേ, അത് പോടോ. അവളിരിക്കുന്നു. പിന്നെ
This is first and last warning. Just remember that. ഭയങ്കര ഓല. കോടതി കാണാം. അന്നേ നമുക്ക് കോടതി കാണാം കേട്ടാ. ആ പോ ചെല്ല്. അതെ അതെ തിന്നാം, എല്ലാവർക്കും കൂടെ തിന്നാം, പോയിക്കോ. ആ പൈസയുടെ